ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നമുക്ക് ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും വണ്ടി എവിടെയെന്ന്. ഇതിനകത്ത് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കാണിക്കും. പിന്നെ കോൾ വരുമ്പോൾ കാണിക്കും ഡിസ്പ്ലേനകത്ത്. ആര് ആണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം കാണിക്കാം. ഫോൺ എടുക്കണ്ടല്ലോ, ആദ്യം നോക്കിയാൽ മതി. ഇപ്പൊ വേറൊരാൾക്ക് ഇപ്പൊ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും, അവർക്ക് റെക്കമെൻഡ് ചെയ്യുമോ വണ്ടി? ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഒരു അടിപൊളി വണ്ടിയുണ്ട്, ഹീറോയുടെ സൂം. ഹീറോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഒന്നാമതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളൊരു ബ്രാൻഡ്. ഒരുപാട് വണ്ടികൾ, എനിക്ക് തോന്നുന്നത് സ്പ്ലെൻഡറൊക്കെ തന്നെ പല ആൾക്കാരുടെ വികാരം. ഇപ്പോഴും സ്പ്ലെൻഡറിൻ്റെ കാര്യം പറയുമ്പോൾ നല്ലൊരു മൈലേജ് ഉണ്ട്, ഒരുപാട് നാൾ യൂസ് ചെയ്യാം. അങ്ങനെ ഹീറോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രാൻഡാണ്. ഏകദേശം 20 വർഷത്തിന് മുകളിലായി ആ ഒരു ബ്രാൻഡ്. അതിൽ നിന്നുള്ള ഒരു വണ്ടിയാണ് സൂം എന്ന് പറയുന്നത്. 2 വർഷത്തോളമായി മാർക്കറ്റിലുണ്ട്. ഇപ്പം ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ ഹരമായിട്ട് നിൽക്കുന്നൊരു വണ്ടി തന്നെയാണ് സൂം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആവാൻ ഈ ഒരു വണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ പറയുകയല്ല, ഒരു കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ട്. ആ കസ്റ്റമറുടെ അടുത്ത് ആ കസ്റ്റമറുടെ അഭിപ്രായം എന്താണ്, ഈ ഒരു വണ്ടി കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു കസ്റ്റമറാണ്, ഒരു പയ്യനാണ്. ആ പയ്യൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് അഭിപ്രായം കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ വ്യക്തി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമസ്കാരം. പേര് ചന്തു ആണ് എനിക്കറിയാവുന്നത്. ഒറിജിനൽ പേരെന്താണ്? അമൽ. നമ്മുടെ ഷോറൂമിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ആളാണ്. അമലിൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നടിപൊളിയൊരു സ്ഥലമൊക്കെ കേട്ടോ. ഇത് മയ്യനാട് അല്ലേ? മയ്യനാട് എന്ന് പറയുന്നത് കൊല്ലത്തുള്ള സ്ഥലം തന്നെയാണ് മയ്യനാട്. അപ്പോൾ നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടിയുടെ? നല്ല കണ്ടീഷൻ വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ശബ്ദവും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയൊക്കെയുള്ള ഇഷ്ടപ്പെട്ടേക്കുന്നു അല്ലേ? റൈഡ് ചെയ്യണം ഓവറാൾ. ഇപ്പം നേരത്തെ ഏത് വണ്ടി യൂസ് ചെയ്തിരുന്നത്? ഞാൻ നേരത്തെ പ്ലഷറിൻ്റെ ആണല്ലേ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇപ്പം മറ്റുള്ള ഇപ്പം കോളേജിലല്ലേ പഠിക്കുന്നത്, ഇപ്പോൾ വേറെ ഒരുപാട് വണ്ടി യൂസ് ചെയ്യാറുണ്ടല്ലോ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഓവറാൾ ഓടിക്കുന്ന എക്സ്പീരിയൻസോ ഫ്രണ്ട്സ് എടുത്തുകൊണ്ട് പോകാറുണ്ട്, അവരുടെയൊക്കെ എക്സ്പീരിയൻസ് അവരെന്താ പറയുന്നത്? അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നൈറ്റ് കൊണ്ടുള്ള ലൈറ്റ് സെറ്റിങ്സ്, എക്സ്ട്രാ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതല്ല ശബ്ദം, എല്ലാവരും പറഞ്ഞ ശബ്ദം കൊള്ളാം അങ്ങനെയാണ് പറയുന്നത്. ശബ്ദം കൊള്ളാം, മൈലേജ് കിട്ടുന്നുണ്ട്, 50 കിട്ടുന്നുണ്ട്. പിന്നെ ഗുഡ് ആണല്ലേ. ഓടിക്കാൻ അടിപൊളിയാണ്. ഓക്കെ, അതാണല്ലോ ഏറ്റവും ആദ്യം വേണ്ടുന്നത്. മൈലേജ് വേണം, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ വേണം. എല്ലാം ഓടിക്കാൻ അടിപൊളിയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം റൈഡിങ് എക്സ്പീരിയൻസ് വളരെ കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ച്? 4000. അപ്പോൾ ഫസ്റ്റ് സർവീസ് ആയി, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, ഇനി മെയിൻ സർവീസിലേക്ക് വരുന്നതേ ഉള്ളൂ അല്ലേ? ഏകദേശം 6000 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏകദേശം 50000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട് അല്ലേ? 5 വർഷം അല്ലെങ്കിൽ 50000 കിലോമീറ്റർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വണ്ടി നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു 5 പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. കോർണർ ബെൻഡിങ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് ആദ്യമായിട്ടാണ് അല്ലേ ഈ സെഗ്മെന്റ്? ഒന്ന് 2 വീലർ സെഗ്മെന്റിൽ അങ്ങനെ ചെറിയ വണ്ടികൾക്കൊന്നും വന്നിട്ടില്ല. ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ വളയ്ക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് ലൈറ്റ് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടല്ലേ? നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ടല്ലേ? അതൊരു നല്ല കാര്യമാണ്. അടുത്തൊരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും വണ്ടി എവിടെയെന്ന്. ഇതിനകത്ത് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കാണിക്കും. പിന്നെ കോൾ വരുമ്പോൾ കാണിക്കും ഡിസ്പ്ലേനകത്ത്. ആര് ആണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം കാണിക്കും. അപ്പോൾ ഫോൺ എടുക്കണ്ടല്ലോ, ആദ്യം നോക്കിയാൽ മതി, കാണിക്കും. അത് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? പിന്നെ മൈലേജ് ഒബ്വിയസ്ലി എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എത്ര കിട്ടുന്നുണ്ട് മൈലേജ്? പ്രാക്ടിക്കലി 50 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വരുമാനത്തിൽ ഇപ്പോൾ വരുമാനം ഇല്ലാത്ത സമയത്ത് നല്ല മൈലേജ് ഉള്ള വണ്ടി ആകുമ്പോഴത്തേക്ക് വീട്ടുകാരെ അത്രയും ഡിസ്റ്റർബൻസ് കുറച്ച് ചെയ്താൽ മതി. ഓക്കെ, അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് അല്ലേ? ഓക്കെ, അടുത്ത വേറെ എന്താ തോന്നിയിരിക്കുന്നത്? അടുത്ത ഫീച്ചർ എന്താ പറയുന്നത്? i3 ഓക്കെ. അത് നമ്മൾ 1 മിനിറ്റ് വണ്ടി ഇപ്പം ഓടിച്ചോണ്ടിരിക്കുന്ന വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് 1 മിനിറ്റ് നമ്മൾ വണ്ടി അനങ്ങാതിരിക്കുകയാണെങ്കിൽ വണ്ടി തന്നെ ഓഫ് ആവും. പിന്നെ നമ്മൾ സെൽഫ് എടുക്കണ്ട, ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിഡന്റ് എടുത്താൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. അത് ഇതിന്റെ നല്ലതെന്ന് വെച്ചാൽ ട്രാഫിക് നമ്മൾ ചുമ്മാ ഓഫ് ചെയ്യേണ്ട, ഓൺ ചെയ്യേണ്ട, നിന്നാൽ അപ്പോഴും തന്നെ ഓഫ് ആയിട്ട് പിന്നെ ട്രാഫിക്കിന് വച്ചിലായിട്ടൊന്നും പോയാൽ ഓക്കെ. അപ്പം i3s ടെക്നോളജി അടിപൊളിയാണ് അല്ലേ? നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിനൊരു കുറേ ടെക്നോളജിക്കലി കുറേ കാര്യങ്ങൾ വണ്ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്താണ്? അടുത്ത ടയറിന് അത്യാവശ്യം നല്ല വലിയ ടയറൊക്കെ വലിപ്പമുണ്ടല്ലേ? നോർമലി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട്. ഓക്കെ, നല്ല കണ്ടീഷനുള്ള ടയർ കിട്ടുന്നത്. പിന്നെ ആക്സിലറേഷൻ റെസ്പോൺസ് എങ്ങനെയുണ്ട്? പെട്ടെന്ന് സ്പീഡ് വിടാൻ നല്ല രീതി പറ്റൂല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് സ്പീഡൊക്കെ അല്ലേ? ഓവർ സ്പീഡൊന്നും മാറില്ലല്ലോ? ഇല്ല. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കുറെ കാര്യങ്ങളല്ലേ? കുറെ ഇപ്പൊ 5 എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ കാര്യങ്ങളായി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും ഓടിച്ചൊരു എക്സ്പീരിയൻസിൽ നിന്നതൊക്കെ പറയാൻ പറ്റുന്നത് അല്ലേ? ഇപ്പൊ വേറൊരാൾക്ക് ഇപ്പൊ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും, അവർക്ക് റെക്കമെൻഡ് ചെയ്യുമോ വണ്ടി? പിന്നെ ഉറപ്പായിട്ടും നല്ല വണ്ടിയാണ്. അപ്പൊ അത് ഈ മൈലേജ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് ഒരു റെക്കമെൻഡ് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന കാര്യം.
പിന്നെ ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ സംഭവങ്ങൾ. ആ ഫോൺ ചാർജ് ചെയ്യാം അല്ലേ? ആ ഓക്കെ. ചാർജ് ചെയ്യാൻ പറ്റും. ഓ ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോണിലെ ചാർജ് തീർന്നാലും വലിയ പ്രശ്നമില്ല. കുഴപ്പമില്ല. ഓക്കെ. ചാർജ് ചെയ്യാറുണ്ടോ? സ്ഥിരമായിട്ട് ചാർജ് ചെയ്യാറുണ്ടോ? സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പോകുമ്പോൾ ചിലപ്പോൾ താമസിക്കുമ്പോൾ. ഓക്കെ ഓക്കെ. വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ അതുപോലെ ഈ വണ്ടിയിലേക്ക് എത്താനുള്ള ഒരു റീസൺ എന്താണ്? നേരത്തെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അടുത്തൊരു വണ്ടി എടുക്കുമ്പോൾ പലരും മറ്റുള്ള ബ്രാൻഡിലേക്ക് പോകാറുണ്ട്, പല ബ്രാൻഡുകളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോ വീണ്ടും ഈ വണ്ടിയിലേക്ക് എത്താനുള്ള റീസൺ എന്തായിരുന്നു? ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് പിന്നെ ഹീറോയുടെ കമ്പനിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഈ വണ്ടി അധികം ഇഷ്ടപ്പെട്ടു. ലുക്കും ഉണ്ട് നല്ല. ഓക്കെ. അപ്പോഴത്തേക്കും എൻ്റെ വർക്കിൻ്റെ ഒരു മോഡൽ പോലെ തോന്നി. ഓക്കെ. ലുക്കും ബഡ്ജറ്റും എല്ലാം കൂടെ ഓക്കെ കണ്ടീഷനും അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഫൈനലി നമ്മുടെ സൂമിലേക്ക് വരുന്നത് അല്ലേ? അതിന്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു, എഞ്ചിന്റെ സ്പെക്കും എല്ലാം നോക്കി മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്ത് കുഴപ്പമില്ല. അങ്ങനെയാണ് അവസാനം നമ്മുടെ സൂമിലേക്ക് എത്തിയത്. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ, കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ആദ്യം എഞ്ചിന്റെ കാര്യം പറയാം. എഞ്ചിൻ വരുന്നത് 111 cc ആണ്. 8.05 bhp ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. പിന്നെ ടോർക്ക് ഫിയർ നോക്കുകയാണെങ്കിൽ 8.7 Nm ടോർക്ക് വരുന്നുണ്ട്. മൈലേജ് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫിഗർ കിട്ടുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. 5 ലിറ്റർ പ്ലസ് ആണ് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആണ് വാഹനം. i3s ടെക്നോളജി വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, പിന്നെ കോർണറിങ് ബെൻഡിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. 3 വേരിയൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ 5 കളറിലായിട്ട് വാഹനം കിട്ടും. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അത് അപ്പോൾ ടോപ്പിൻ്റെ വേരിയൻറ്റിലാണ് ഈ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതിന് ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഡ്രം ബ്രേക്കിൻ്റെ ഡയമെൻഷൻ വരുന്നത് 130 mm ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നത് ടോപ്പിൻ്റെ വേരിയൻറ്റിലാണ്. അത് 190 mm ആണ് ഡിസ്ക് ബ്രേക്ക് വരുന്നത്. കാണാമല്ലോ. അത്യാവശ്യം പിന്നെ അലോയ് വീലും കാണാൻ രസമാണ്. ഡയമണ്ട് കട്ട് ഫിനിഷുള്ള അലോയ് വീലും 12 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത് ഫ്രണ്ടും ബാക്കിലും. അതെല്ലാം അത്യാവശ്യം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സീറ്റ് നമുക്കൊന്ന് തുറന്ന് കാണിച്ചാലോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഒരു ഹെൽമെറ്റ് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും അല്ലേ? ഹെൽമെറ്റ് വേണമെങ്കിൽ ഒരു റെയിൻ കോട്ടോ കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റും. നല്ലൊരു സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡ് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഹെഡ് ലാമ്പ് വരുമ്പോൾ പ്രൊജക്റ്റഡ് ആണ് ഹെഡ് ലാമ്പ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് എച്ച് എന്ന് പറഞ്ഞൊരു ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഹീറോയുടെ മിക്കവാറും വണ്ടികളെല്ലാം നമുക്ക് ഈ എച്ച് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് പോലെ നമുക്ക് ഈ ഒരു DRL പോർഷൻ കാണാം. അതുപോലെ ടെയിൽ ലൈറ്റിലും ഈ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് ടെയിൽ ലൈറ്റിലും കാണാൻ പറ്റുന്നത്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 155 വരുന്നൊരു ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികളിലും. CT8 770 mm വരുന്നുണ്ട്. അത് നോർമലി CT8 മിക്കവാറും ഇത്തരമുള്ള വണ്ടികൾ കുറവാണ്. അപ്പോൾ ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വളരെ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 109 gram മാത്രമേ വണ്ടിയുടെ വെയിറ്റും വരുന്നുള്ളൂ. അപ്പോൾ ഓവറാൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? അപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോഴും ഫീൽ ചെയ്യാറില്ല, ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു വാറണ്ടിയും കാര്യങ്ങളൊന്നും നേരത്തെ പറഞ്ഞിരുന്നു. ഏകദേശം 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൂമിൻ്റെ വിശേഷങ്ങൾ. കസ്റ്റമർ പറഞ്ഞ വിശേഷങ്ങളാണ് കൂടുതലും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.